അസ്സലാമലൈക്കും. ഞാനിന്ന് കുറച്ച് പാരൻറ്റിങ് ടിപ്സ്, അതായത് ഒരു പാരൻ്റ് എന്ന നിലയ്ക്കും പിന്നെ കുട്ടികളെ ഒരുപാട് വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എന്ന നിലയ്ക്കും ഒരു പാരൻറ്റിങ് ടിപ്സ് എന്നുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. അപ്പോൾ പാരൻറ്റിങ് ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പാരൻറ്റിങ് ടിപ്സിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ ഒന്നാമത്തെ വയസ്സ് മുതൽ അഞ്ചാമത്തെ വയസ്സ് വരെ, അതായത് അവർ ജനിച്ചത് മുതലുള്ള അഞ്ചാമത്തെ വയസ്സ് വരെ അവർക്ക് നമ്മൾ പരമാവധി ലാളനവും വാത്സല്യവും എല്ലാം കൊടുത്തുകൊണ്ട് വളർത്തുക. അവർക്ക് എന്തെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും അത്രയും കൊടുത്ത് അവരെ വളർത്തണം. പക്ഷെ 5 മുതൽ 15 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ആ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടത്തിൽ നമുക്ക് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണം. നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ തെറ്റുകൾ തിരുത്തുക, ശരി ഏതാന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ സപ്പോസ് 5 വയസ്സായൊരു കുട്ടി എന്ന് പറയുമ്പോൾ 1ാം ക്ലാസ്സിൽ ചേർത്തുന്നൊരു കുട്ടി, ആ കുട്ടിക്ക് ഡ്രസ്സ് വാഷ് ചെയ്യാനൊന്നും ശരിക്കും അറിയില്ല. എങ്കിലും കൂടി അവരുടെ ഇന്നർ വെയേഴ്സ് അവരെ കൊണ്ട് തന്നെ വാഷ് ചെയ്യിപ്പിക്കുക. അവരെ കൊണ്ട് വാഷ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മളത് വാഷ് ചെയ്യേണ്ടി വരും, കാരണം അവർക്ക് പൂർണ്ണമായിട്ട് വൃത്തിയാക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ പക്ഷെ എങ്കിലും അവരെ കൊണ്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് 5ാമത്തെ വയസ്സ് മുതൽ തന്നെ നമ്മൾ അവരെ പരിശീലിപ്പിക്കണം. അതുപോലെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ടിഫിൻ കാരിയർ ബാഗിൽ നിന്ന് എടുത്ത് വെക്കുക, അത് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് വെക്കുക. പിന്നെ അവരുടെ ബുക്കുകൾ എല്ലാം അതത് സ്ഥലത്ത് വെക്കുക. അങ്ങനെ 5 മുതൽ 15 വയസ്സ് വരെ അവരുടെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ വഴികാട്ടികളായിട്ട് നിന്നു കൊടുക്കണം. എങ്കിലാണ് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൽ കറക്റ്റായിട്ടുള്ള ഡിസിപ്ലിൻഡ് ബിഹേവിയർ അവർക്ക് ഉണ്ടാവുള്ളൂ. 15 വയസ്സിന് ശേഷം ഉള്ള കാലഘട്ടം എന്ന് പറയുന്നത്, 15 വയസ്സിന് ശേഷം ഒരിക്കലും നമ്മൾ അവരെ ഡിസിപ്ലിൻഡ് ആക്കാൻ നോക്കരുത്. 15 വയസ്സിന് ശേഷമുള്ള കാലഘട്ടം നമ്മൾ അവരുടെ ഒരു ഫ്രണ്ടായിട്ട് മാറണം. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്തായിരിക്കും. ഇങ്ങനെ ചെയ്താൽ ശരിയാവോ, അല്ലെങ്കിൽ നീ ഒരു അഭിപ്രായം പറയണം. അപ്പോൾ ആ ഒരു കണക്ഷൻ നമ്മൾ കുട്ടികളായിട്ട് ബിൽഡ് ചെയ്യണം. ശരിക്കും ആ 15 വയസ്സിന് ശേഷം വി ഷുഡ് ബിൽഡ് എ കണക്ഷൻ വിത്ത് അവർ ചിൽഡ്രൻ. അപ്പോൾ അവർ എന്തും വന്ന് നമ്മളോട് ഷെയർ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ അവരെ കൊണ്ടുവരണം. എന്നാൽ മാത്രമാണ് അവരെ നമുക്ക് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് അവരടിച്ചും ഡിസിപ്ലിൻഡ് ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. നമ്മളെപ്പോഴും അവരോട് ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് തന്നെ ബിഹേവ് ചെയ്യണം. അങ്ങനെ 3 സ്റ്റേജസ് ആണ് അപ്പോൾ അവരുടെ ലൈഫിലുള്ളത്. ഫസ്റ്റ്, ബർത്ത് മുതൽ 5 വയസ്സ് വരെ എല്ലാം നൽകുക. 5 മുതൽ 15 വയസ്സ് വരെ അവർക്ക് വേണ്ട ശിക്ഷണങ്ങൾ അവരെല്ലാം കാണിച്ച് ശരിയാക്കി കൊടുക്കുക. എല്ലാം നല്ലതും ശരിയും ഏതാണെന്ന് തിരിച്ചറിവ് നൽകുക. 15 വയസ്സിന് ശേഷം ബി എ ഫ്രണ്ട് ടു ദം. എല്ലാ പാരൻസും മെയിനായിട്ട് പറയുന്നൊരു പ്രശ്നം കുട്ടികളുടെ ശാഠ്യമാണ്. ചെറിയ കുട്ടികളാകുമ്പോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നത്. പിന്നെ അതുപോലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കാണുന്ന എല്ലാ ടോയ്സും അവർക്ക് വേണമെന്ന് പറയാം. പല കുട്ടികളും നമ്മൾ കണ്ടിട്ടുണ്ട് നിലത്ത് കിടന്ന് ഉരുളുക. അങ്ങനെയുള്ള ശാഠ്യക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ചെറുതിലെ ഇവർ ശാഠ്യം കാണിക്കുമ്പോൾ, ചെറിയൊരു ശാഠ്യം ആണ് കാണിക്കുന്നതെങ്കിൽ പോലും നമ്മളത് പ്രോപ്പറായിട്ട് അപ്പോൾ തന്നെ ഹാൻഡിൽ ചെയ്യണം. അങ്ങനെ ഹാൻഡിൽ ചെയ്യാത്ത കുട്ടികളാണ് പിന്നീട് ഈ ശാഠ്യം കൂടിയിട്ട് പലതരത്തിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്ക് ആവുന്നത്. അപ്പം ചെറുതിലെ അവരുടെ കുഞ്ഞു കുഞ്ഞു ശാഠ്യങ്ങൾ തന്നെ പ്രോപ്പറായി ഹാൻഡിൽ ചെയ്യുക. പ്രോപ്പറായി ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ശാഠ്യത്തിനെ അല്ലെങ്കിൽ അവരെ ആവശ്യപ്പെടുന്നതിനെ കോംപ്രമൈസ് എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തിക്കുക. കോംപ്രമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്നത് ആവശ്യപ്പെട്ടാൽ അത് അവർക്ക് ആവശ്യമുള്ളതാണോ എന്നുള്ളത് അവരെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് മാത്രമേ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർക്കത് എത്തിച്ചു കൊടുക്കേണ്ടതുള്ളൂ. ചില പേരൻസ് ഞങ്ങൾക്ക് കിട്ടാത്തതെല്ലാം മക്കൾക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ അവർ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ പിന്നീട് അവരുടെ ആവശ്യങ്ങൾ വളരെയധികം വലുതാവും, നമുക്കത് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ അവർ ശാഠ്യം കൂടും. അടുത്തതായത് പറയാനുള്ളത് കാം പാരൻറ്റിങ്ങിനെ കുറിച്ചാണ്. കാം പാരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വികൃതി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ശാഠ്യം കാണിക്കുമ്പോൾ നമ്മളും അവരുടെക്കാട്ടി ഉയർത്തി ശബ്ദമെടുത്ത് അവരെ വഴക്ക് പറയാതിരിക്കുക. അതാണ് കാം പാരൻറ്റിങ്. അതായത് അവരെ ഡീൽ ചെയ്യേണ്ടത് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് വേണം. പക്ഷേ അവരുടെ ശാഠ്യം കാണുമ്പോൾ നമ്മളറിയാതെ, കാരണം നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ട്, അതിനിടയിൽ നിന്നായിരിക്കും ഇവരുടെ ഈ ശാഠ്യം കാണുന്നത്.
അപ്പം നമ്മൾ അവരെക്കാട്ടി വോയിസ് റേസ് ചെയ്യാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പീക്ക് ടൈം ഉണ്ടല്ലോ, നമ്മുടെ ആങ്കർ അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തുന്ന ആ പീക്ക് ടൈം, ആ ഒരു 10 സെക്കൻഡ് ഒന്നില്ലെങ്കിൽ നമ്മളൊന്ന് കണ്ണടച്ച് പിടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ എവിടേക്കെങ്കിലും മാറ്റുക. നമ്മുടെ ആങ്കർ നമ്മൾ തന്നെ മാനേജ് ചെയ്യുക. ആ ഒരു 10 സെക്കൻഡ്സ് നമ്മൾ ആങ്കർ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളോട് വളരെ കാമായിട്ട് പെരുമാറാൻ പറ്റും. കാരണം നമുക്കറിയാം, നമ്മളുടെ ലൈഫിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, പലപ്പോഴും വളരെയധികം നമ്മൾ ചൂടാവേണ്ടി വരുന്ന ഒരു സന്ദർഭം ഉണ്ടാവും. പക്ഷെ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് തോന്നും, അയ്യോ അത്രയൊന്നും പറയേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നാറുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് ഈ സിറ്റുവേഷനിൽ നമ്മൾ ആ ചൂടിന് മക്കളെ പല അടിക്കുകയും ഇടിക്കുകയും ചിലപ്പോൾ ഒരുപാട് വഴക്ക് പറയുകയൊക്കെ ചെയ്യും. പിന്നെ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് തോന്നും, അയ്യോ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന്. അപ്പം ആ അവസ്ഥ ഇല്ലാതിരിക്കാൻ ആ ആങ്കർ പീക്കിലേക്ക് എത്തുന്ന ഒരു 10 സെക്കൻഡ് നമ്മൾ കണ്ണടച്ചിരിക്കുകയോ അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും ശ്രദ്ധിക്കുകയോ ചെയ്യുക. അങ്ങനെ കുട്ടികളെ കാമായിട്ട് ഡീൽ ചെയ്യുക. അതാണ് 3rd പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, കുട്ടികളെ നമ്മൾ പാരൻസിനെയാണ് അവർ മെയിനായിട്ട് റോൾ മോഡലാക്കുന്നത്. ഇപ്പോൾ ഒരു 1-2 വയസ്സായ ഒരു കുട്ടി ബെഡിൽ കിടന്നുറങ്ങുകയാണ്, നമ്മൾ പാരൻസ്, അതായത് ഫാദറും മദറും അവിടെ നിന്ന് തല്ലുകൂടുകയാണ്, എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് അവർ തമ്മിലുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും കൊച്ചു ഉറങ്ങല്ലേ. പക്ഷേ എത്ര ചെറിയ കുട്ടിയാണെങ്കിലും പാരൻസിൻ്റെ ഓരോ ഇമോഷണൽ ബിഹേവിയർ, ഇമോഷണൽ ചേഞ്ചസ് അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുട്ടികളെപ്പോഴും അവരെ റോൾ മോഡലായി കാണുന്നത്, അല്ലെങ്കിൽ നമ്മളെ പാരൻസിനെയാണ് അവർ മെയിനായിട്ട് കോപ്പി ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് പാരൻസ് തമ്മിൽ തല്ലൂടാതിരിക്കുക, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യാതിരിക്കുക. കാരണം ഷൗട്ട് ചെയ്യുമ്പോൾ അവർ വിചാരിക്കുന്നത് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തും നേടിയെടുക്കാം, എൻ്റെ പാരൻസ് അങ്ങനെയാണല്ലോ. അപ്പോൾ അവർ ലൈഫിൽ മൊത്തം പാരൻസിനെയാണ് കോപ്പി ചെയ്യുന്നത്. അതുകൊണ്ട് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും കുട്ടികളുടെ മുന്നിൽ വെച്ച് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഷൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പാരൻസ് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റോ ഉണ്ടാവരുത്. ഇനി പറയാനുള്ളത് കുട്ടികളുടെ അറ്റൻഷൻ സ്പാനിനെ കുറിച്ചാണ്. അപ്പോൾ അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊരു ലെങ്തി വീഡിയോ ആണെങ്കിൽ നിങ്ങളത് സ്ക്രോൾ ചെയ്ത് പോകും. നമുക്കായാലും ഇപ്പോൾ റീൽസ് കാണാനാണ് കൂടുതൽ താല്പര്യം. കാരണം റീൽസ് എന്ന് പറയുന്നത് ഒരു 59 സെക്കൻഡേ ഉള്ളൂ. നമ്മൾ അതിൽ തന്നെ ചിലപ്പോൾ ഒരു 30 സെക്കൻഡ് വെച്ച് നമ്മൾ അടുത്ത റീലിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് പോലും അറ്റൻഷൻ സ്പാൻ ഇല്ല. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. അപ്പോൾ അറ്റൻഷൻ സ്പാൻ കൂട്ടാനായിട്ട് ഉള്ള കുറച്ച് ഗെയിംസ്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ക്യാരംസ്, അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് ക്യാരംസ് കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ക്യാരംസ് കളിക്കുമ്പോൾ, അതുപോലെ ചെസ്സ് കളിക്കുമ്പോഴൊക്കെ കോൺസെൻട്രേഷൻ കൂടുതൽ വേണ്ട ഗെയിംസാണ്. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് ക്യാരംസോ ചെസ്സോ കളിക്കുക. അപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ കൂടും, അത് അവരെ അക്കാഡമിക്സിൽ നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യും. പിന്നെ കുട്ടികളോട് എപ്പോഴും നോ പറയാതിരിക്കുക. എന്തിനും നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് തന്നെ നെഗറ്റീവായിട്ട് മാറും. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ എന്തും, ബുക്ക് ഇവിടെ വെക്കരുത്, അല്ലെങ്കിൽ ബ്രഷ് ഇവിടെ വെക്കരുത്, അങ്ങനെ എപ്പോഴും നോ പറയാതിരിക്കുക. അതുപോലെ അവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ അപ്രീഷിയേറ്റ് ചെയ്യുക. ഈ ഏജിൽ പോലും ഒരു നല്ല കാര്യം ചെയ്ത് നമ്മൾ ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്താൽ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും. അപ്പോൾ കൊച്ചുങ്ങളുടെ കാര്യം പറയാനില്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെറിയ കാര്യം ചെയ്താലും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, രാവിലെ എണീറ്റ് ബെഡ്ഷീറ്റ് നല്ല വൃത്തിയായി ഇടുക. പിന്നെ അതുപോലെ പുതപ്പൊക്കെ മടക്കി വെച്ച് വരുമ്പോൾ, ഓ മൈ ബോയ് ഹാസ് ഡൺ വെരി വെൽ, അല്ലെങ്കിൽ ഗുഡ് എന്ന് പറഞ്ഞാൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഒന്ന് ജസ്റ്റ് ഒന്ന് പാറ്റ് ചെയ്യുക. ഇതൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കുട്ടികളെപ്പോഴും എന്ത് ചെറിയ കാര്യം ചെയ്താലും അവരെ നല്ലവണ്ണം അപ്രീഷിയേറ്റ് ചെയ്യുക. കുട്ടികളെ നമ്മളുടെ കൂടെ എല്ലാ ജോബിനും, എല്ലാ വീട്ടിലുള്ള എല്ലാ പണികൾക്കും കുട്ടികളെ നമ്മുടെ കൂടെ കൂട്ടുക. അതായത് നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ, സപ്പോസ് നമ്മളൊരു ഓംലെറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഓംലെറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അവരെ കൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പഠിപ്പിക്കുക. അപ്പം നമ്മളുടെ കൂടെ തന്നെ നമ്മുടെ എല്ലാ വർക്കും അവരായിട്ട് ഷെയർ ചെയ്യുക. അപ്പം എത്രമാത്രം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്രമാത്രം അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ വർക്കിനെ വാല്യൂ ചെയ്യും. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അവരെ കൂടെ ഷെയർ ചെയ്യാം. കൂടാതെ അവരോട് വേണമെങ്കിൽ നമുക്ക് അഭിപ്രായം ചോദിക്കുകയും ചെയ്യാം. അപ്പം നമ്മളും കൂടി ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ എനിക്കും കൂടി ഉമ്മയും ഉപ്പയും ഇത്തിരി കൂടി വാല്യൂ തരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെയും വാല്യൂ ചെയ്യാൻ തരും. അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറഞ്ഞ പോലെ അവരെ റെസ്പെക്ട് ചെയ്താൽ അവർ നമ്മളെയും റെസ്പെക്ട് ചെയ്യും. അതുപോലെ നമ്മൾ അവരായിട്ട് എല്ലാം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരും നമ്മളോട് എല്ലാം ഷെയർ ചെയ്യും. പിന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ മക്കളുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ഒരു 2 മണിക്കൂർ വീതം സെപ്പറേറ്റ്ലി ടൈം കണ്ടെത്തണം. എന്നിട്ട് 2 പേർക്കും കൂടിയും നമ്മൾ വേറെ സമയവും കണ്ടെത്തണം. കാരണം 2 പേരുടെയും, ഇപ്പോൾ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണെങ്കിൽ ഓരോരുത്തരുടെ ഇമോഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോരുത്തരുടെ ആവശ്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവരോട് കുറച്ച് സമയം, എത്ര ബിസി ഷെഡ്യൂൾ ആണെങ്കിലും മക്കൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം. പിന്നെ അതുപോലെ ഇപ്പോൾ അവർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ അവാർഡ്സ് അവർക്ക് കൊടുക്കാം. ചെറിയ അവാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീക്കെൻഡിൽ നമുക്ക് പാർക്കിൽ പോവാം, അല്ലെങ്കിൽ ഈ വീക്കെൻഡിൽ പുറത്ത് പോയി ഫുഡ് കഴിക്കാം. അങ്ങനെ പറയുക മാത്രമല്ല, നമ്മളത് ചെയ്യുകയും കൂടി വേണം. ചെയ്തില്ലെങ്കിൽ അവർ വിചാരിക്കും പാരൻസ് എപ്പോഴും ഇങ്ങനെ വെറുതെ പറഞ്ഞ് ആശിപ്പിക്കുകയുള്ളൂ. പക്ഷെ വലിയ വലിയ അവാർഡ്സ് അവർക്ക് കൊടുക്കരുത്. അതായത് ഇങ്ങനെ ചെയ്താൽ ഞാൻ കാറ് വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ മൊബൈൽ വാങ്ങിച്ചു തരാം, പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ടാബ് വാങ്ങിത്തരാം, അങ്ങനെ വലിയ വലിയ റിവാർഡ്സ് അല്ല, നമ്മളെ കൊണ്ട് സാധിക്കുന്ന ചെറിയ ചെറിയ റിവാർഡ്സ് അവർക്ക് കൊടുക്കാം. ഇനി സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. എന്തെങ്കിലും ഡിസിപ്ലിനറി ഇഷ്യൂസ് ഉണ്ടായിട്ട് പാരൻറ്റിനെ നമ്മൾ സ്കൂളിലേക്ക് വിളിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് ടീച്ചർമാരും അതോറിറ്റിയും പറയുന്നത് കേൾക്കുക. എന്താണ് ഉണ്ടായ സംഭവം എന്നുള്ളത് ക്ലിയർ ആയിട്ട് കേൾക്കുക. മക്കൾ പലപ്പോഴും നമ്മളോട് പറയുന്നത് ഞാൻ അത് ചെയ്തിട്ടില്ല എന്നുള്ളതായിരിക്കും. അപ്പോൾ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാതെ അതോറിറ്റി എന്താണോ പറയുന്നതെന്ന് കേട്ടുകൊണ്ട് അവരെ തിരുത്താൻ ശ്രമിക്കുക. കുട്ടികളെ ഒരിക്കലും ഈ ഇഷ്യൂസിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. ഇപ്പോൾ ചെറുതായിട്ട് ഒരു കളവ് നടത്തി, അങ്ങനെയാണ് പാരൻറ്റിനെ വിളിക്കുന്നത്, എൻ്റെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിക്കരുത്. എന്താണ് അവിടെ ഉണ്ടായ സംഭവം എന്ന് നമ്മൾ കേൾക്കാൻ ശ്രമിക്കണം, എന്നിട്ട് അവരുടെ തെറ്റ് തിരുത്താൻ ശ്രമിക്കണം. അല്ലാതെ കുട്ടികൾ പറയുന്നത് മാത്രം നമ്മൾ വിശ്വസിക്കരുത്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ കുട്ടികളെ എപ്പോഴും ഒരു ഫ്രണ്ടായിട്ട് കരുതണം. എന്നാലാണ് അവരെല്ലാം നമ്മളായിട്ട് ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ ഒരിക്കലും കുട്ടികളെ നെഗറ്റീവ് തിങ്സിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അതിന് നമ്മൾ നെഗറ്റീവ് പാരൻറ്റിങ് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. പാരൻസ് എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ ബെറ്റർ നമ്മളൊരു ജോലിക്ക് പോവുകയായിരിക്കും നല്ലത്. ഒരിക്കലും മക്കൾക്ക് വേണ്ടി നമ്മൾ ജോലി ഉപേക്ഷിച്ചിട്ട് വീട്ടിലിരിക്കരുത്. കാരണം അങ്ങനെ ഉണ്ടായാൽ ചൈൽഡ് ബിക്കംസ് അവർ കരിയർ, അല്ലെങ്കിൽ ചൈൽഡ് ബിക്കംസ് അവർ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം നമ്മളുടെ ഫുൾ കോൺസെൻട്രേഷൻ ചൈൽഡിലായിരിക്കും. അപ്പോൾ അവരുടെ എല്ലാ നെഗറ്റീവ്സും നമ്മൾ ഹൈലൈറ്റ് ചെയ്യും, എപ്പോഴും അവരുടെ പുറകിലായിരിക്കും. കാരണം നമുക്ക് വേറെ ഒരു പണിയില്ല, മക്കളെ നോക്കൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ ബെറ്റർ പാരൻസ് എന്തായാലും ജോലിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ അവരുടെ കുറേ കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട് പഠിക്കും. കാരണം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പാരൻറ്റ് ജോലി കഴിഞ്ഞ് എത്തിയില്ലാവില്ല. അപ്പോൾ അവർ തനിയെ യൂണിഫോം മാറ്റുകയും കുളിക്കുകയും അവരുടെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ കുറച്ചും കൂടെ സെൽഫായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അവർ പഠിക്കും. പിന്നെ അതുപോലെ തെറ്റും ശരിയും തമ്മിൽ അവർ തിരിച്ചറിയാൻ തുടങ്ങും. അപ്പോൾ എഡ്യൂക്കേറ്റഡ് പാരൻസ് ആണെങ്കിൽ ബെറ്റർ യു ഗോ ഫോർ എ ജോബ്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ മൊത്തം കുട്ടികളിലായിരിക്കും. അത് കുട്ടികളെ നെഗറ്റീവായിട്ട് മാത്രമാണ് ബാധിക്കുന്നത്. ഇനി ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് റൂൾസാണ് പറയുന്നത്. അത് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഡിസ്ട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ശാഠ്യക്കാരാണെങ്കിൽ അവരതിൽ നിന്നും നമ്മൾ മാറ്റുക, അവരുടെ ശ്രദ്ധ അതിൽ നിന്നും മാറ്റുക. എന്തെങ്കിലും രീതിയിൽ, അത് പാരൻസിന് അറിയാലോ എങ്ങനെയാണ് അവരുടെ ആ ശാഠ്യത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവരെ ഡിസ്ട്രാക്ട് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവാർഡ് ചെയ്യുക എന്ന് പറയുന്നത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഏതെങ്കിലും കുഞ്ഞു കാര്യങ്ങൾക്കും അവരെ അപ്രീസിയേഷൻ കൊടുക്കുക, അവർക്ക് അവാർഡ് ചെയ്യുക. അപ്പം നല്ല കുട്ടി, അല്ലെങ്കിൽ സാധാരണ മക്കൾ മാർക്കായിട്ട് വരുമ്പോൾ ഇപ്പോൾ സപ്പോസ് 50ൽ 42 ഉണ്ടെങ്കിൽ ഒരിക്കലും ആ പോയ 8 മാർക്കിനെ കുറിച്ച് ആവലാതിപ്പെടാതെ ആ നേടിയ 42 മാർക്സിന് വേണ്ടി അവർ അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം ആ പോയ 8 മാർക്ക് എന്നുള്ളത് ഇനി ഒരിക്കലും നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. പക്ഷെ ആ കിട്ടിയ മാർക്സിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ 8 മാർക്ക് എവിടെയാണ് പോയത്, അതിന് അടുത്ത എക്സാമിന് പോവാതിരിക്കാൻ ഉള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ആ 8 മാർക്ക് എന്തിന് പോയി, 8 മാർക്ക് എന്തിന് കളഞ്ഞു എന്ന് ചോദിച്ചാൽ അവരെ ചീത്ത പറയാതിരിക്കുക. നെക്സ്റ്റ് നെഗോഷിയേറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവഗണിച്ചു വിടുക. അത് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് കരുതി അവരും അത് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ
പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അവരെ സപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എപ്പോഴും വേണ്ട കാര്യങ്ങളിൽ അവരെ നമ്മൾ നന്നായി സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ അതിനർത്ഥം ജീവിതകാലം മുഴുവൻ കുട്ടികളെ സപ്പോർട്ട് ചെയ്യണമെന്നല്ല. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യണം. പിന്നെ എപ്പോഴും അവരോട് ഹമ്പിളായിട്ട് പെരുമാറും. ഹമ്പിളായിട്ട് പെരുമാറി കഴിഞ്ഞാൽ അവരും അതുപോലെ തന്നെ പെരുമാറും. അപ്പോൾ മെയിൻ ആയിട്ടൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, കുട്ടികൾ എപ്പോഴും പാരൻസിനെയാണ് അവരെ റോൾ മോഡലായിട്ട് കാണുന്നത്. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടികളും അതുപോലെ തന്നെ വരും. അപ്പോൾ എപ്പോഴും കുട്ടികൾ കുറുമ്പ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാറുള്ളൊരു കാര്യം, കുട്ടിയുടെ അമ്മ അങ്ങനെയാണ്, കുട്ടിയുടെ അച്ഛൻ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ്. അതൊരു സത്യം തന്നെയാണ്. കുട്ടിയുടെ അച്ഛനും അമ്മയും വീട്ടിലുള്ളവരും എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് കുട്ടികളും വളരുക. അതുകൊണ്ട് നമ്മളെപ്പോഴും അവർക്ക് പോസിറ്റീവ് വേസ് മാത്രം കാണിച്ചു കൊടുക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ഒരു നല്ല മക്കളായിട്ട് നമുക്ക് അവരെ വളർത്തി കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പറയുമെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതെല്ലാം ഞാൻ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ മക്കളോട് ഞാൻ മുഴുവനായിട്ട് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എങ്കിലും ഒരു പോസിറ്റീവ് പാരൻറ്റിങ് അല്ലെങ്കിൽ കാം പാരൻറ്റിങ് ആണ് നമ്മളെപ്പോഴും കൊണ്ടുവരുന്നത്. ഒരിക്കലും അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് കുട്ടികളുടെ അടുത്ത് കൊണ്ടുവരരുത്. നമ്മളല്ല ഫൈനൽ അതോറിറ്റി. അവരെ തെറ്റ് മനസ്സിലാക്കി നല്ല രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരും. താങ്ക് യു.